റവ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എത്ര കഴിച്ചാലും മതിയാവൂല, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. പാലിലാണ് കേട്ടോ നമ്മളിത് കുതിർത്ത് വെക്കേണ്ടത്. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലോണം വറന്നു വന്നാൽ നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഷുഗറെല്ലാം മെൽട്ടായിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട ഉടനെ തന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. ഷുഗർ മെൽട്ടാവുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തോ. എന്നിട്ട് നമ്മൾ റവ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കുറുക്കിയെടുക്കാം. ഈ കാരമലായിട്ടുള്ള പഞ്ചസാരയും റവയും ഒക്കെ നല്ലപോലെ മിക്സ് ആയിട്ട് ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാനിൽ നിന്ന് ഈ റവ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാരമൽ റവ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന അടിപൊളിയായിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.